അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറാഅത്ത് രാവിൻ്റെ അന്ന് ചില ആളുകൾ 100 റക്അത്ത് നമസ്കാരം നിർവഹിക്കാറുണ്ട് എന്ന് നിങ്ങൾ സംസാരത്തിൽ സൂചിപ്പിച്ചു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് സുന്നികൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, എവിടെ നിന്നാണ് നിങ്ങൾക്കത് കിട്ടിയത് എന്നാണ് അവർ സംശയം ഉന്നയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സംശയത്തോട് പ്രതികരിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബറാഅത്ത് രാവിൽ നിർവഹിക്കപ്പെടുന്ന ഒരു 100 റക്അത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് എൻ്റെ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുന്നികൾ അങ്ങനെ നിർവഹിക്കുന്നില്ല, അത് ഞാൻ അവരെ സംബന്ധിച്ച് പറഞ്ഞ കളവാണ് എന്നതാണല്ലോ ആക്ഷേപം. സത്യത്തിൽ സുന്നികൾ അങ്ങനെ നിർവഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നതാണ് കളവ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ സംസാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചില വിഭാഗം ആളുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സുന്നികൾ എന്ന് പറഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, അത് ഞാൻ പറഞ്ഞതുമല്ല, മറിച്ച് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ, സുന്നികൾക്കൊക്കെ പരിചയമുള്ളതാണല്ലോ, സുന്നി ഉസ്താക്കന്മാർക്ക് പരിചയമുള്ള കിതാബാണല്ലോ, ഷറഹുൽ മുഹദ്ദബിൽ അദ്ദേഹം പറയുകയാണ്, അസ്സലാത്തുൽ മഅറൂഫത്തു ബി സ്വലാത്തിർ റഗായിബി വഹിയ 12 റക്അത്തൻ തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വലി ജുമഅത്തിൻ ഫി റജബിൻ. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശാഇനും ഇടക്ക് നിർവഹിക്കപ്പെടുന്ന സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന 12 റക്അത്ത് നമസ്കാരം. വീണ്ടും അദ്ദേഹം പറയുന്നു, വ സ്വലാത്തു ലൈലത്തി നിസ്ഫി ഷഅബാൻ, ഷഅബാൻ 15-ൻ്റെ രാവിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരം. എത്ര റക്അത്ത്? 100 റക്അത്തിൻ, 100 റക്അത്ത്. വഹാതാനി സ്വലാത്താനി, ഈ 2 നമസ്കാരങ്ങളും ബിദ്അത്താനി വമുൻകറത്താൻ, വെറുക്കപ്പെട്ട ബിദ്അത്തുകളാണ്, ഖബീഹത്താൻ, അങ്ങേയറ്റം മോശമായതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 100 റക്അത്ത് നമസ്കാരം പല രാജ്യങ്ങളിലും നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കളവ് പറഞ്ഞു. അദ്ദേഹം ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്, ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. സുന്നികൾ നിർവഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അതിനുള്ള കാരണം ഈ വിഷയത്തിൽ ചില കെട്ടിച്ചമയ്ക്കപ്പെട്ട ഹദീസുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വലാ യുഗ്തറു ബിദിക്രിഹിമാ ഫി കിതാബി ഖൂത്തിൽ ഖുലൂബി വ ഇഹ്യാഇ ഉലൂമിദ്ദീൻ. ഇമാം ഗസാലിയുടെ ഇഹ്യാ ഉലൂമിദ്ദീൻ എന്ന കിതാബിലും ഖൂത്തുൽ ഖുലൂബ് എന്ന കിതാബിലൊക്കെ ഈ വിഷയം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നമസ്കാരത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വലാ ബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമ, ഈ വിഷയത്തിൽ വന്ന ഹദീസുകളിലും നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. കാരണം ഒരു മൗലൂആയ ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താങ്കൾ ഷഅബാൻ 15-ന് 100 റക്അത്ത് നമസ്കരിക്കണം രാത്രി. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഓതണം. അതുകൊണ്ട് തന്നെ ഇതിന് സ്വലാത്തുൽ അൽഫിയ എന്നൊരു പേരുണ്ട്. അഥവാ 100 റക്അത്തുണ്ട്, ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ്, അപ്പോൾ 1000. അങ്ങനെ ഒരു പേരിട്ട് പല നാടുകളിലും ഇത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വന്ന ഹദീസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വഞ്ചിക്കപ്പെടരുത്. കാരണം ഫഇന്ന കുല്ല ദാലിക ബാത്തിലുൻ, അതൊക്കെ ബാത്തിലായ ഹദീസുകളാണ്, ദുർബലമായ ഹദീസുകളാണ്, അടിസ്ഥാനമില്ലാത്ത ഹദീസുകളാണ്. വലാ യുഗ്തറു ബി ബഅദി മൻ ഇഷ്തബഹ അലൈഹി ഹുക്മുഹുമാ മിനൽ അഇമ്മ, ഇമാമിയങ്ങളിൽ പല ആളുകളും അതിൻ്റെ ഹുക്കുമുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില ഇഷ്തിബാഹുകൾ, ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? വഞ്ചിക്കപ്പെടരുത്. ഫസന്നഫ വറഖാത്തിൻ ഫി ഇസ്തിഹ്ബാബിഹിമ, അത് മുസ്തഹബാണ്, നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേജുകൾ ഈ ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നും വഞ്ചിക്കപ്പെടരുത്. ഫഇന്നഹു ഗാലിത്തുൻ ഫി ദാലിക്, കാരണം അവർക്കതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. വഖദ് സന്നഫ ഷെയ്ഖുൽ ഇമാം അബൂ മുഹമ്മദിൻ അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ അൽ മഖ്ദസി, ഈ പറയപ്പെട്ട മഹാപണ്ഡിതൻ അഥവാ അബൂ ഷാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജറ 665-ൽ മരണപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ആ വിഷയത്തിൽ കിതാബൻ നഫീസൻ ഫി ഇബ്താലിഹിമ, ഈ 2 നമസ്കാരങ്ങളും ബാത്തിലായ നമസ്കാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടൊരു നല്ല കിതാബ് എഴുതിയിട്ടുണ്ട്. ഫ അഹ്സന ഫീഹി വ അജാദ റഹിമഹുല്ലാ, അതിൽ വളരെ നല്ല നിലക്ക് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ ഇത് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ മൗലൂആയ ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിലടക്കമുള്ള പല കിതാബുകളിലും കാണുകയും ആളുകൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിലെ സുന്നികൾ, അവർ മടിയന്മാരായതുകൊണ്ട് ഈ ബിദ്അത്ത് മാത്രം അവർക്ക് മുസ്തഹബല്ല. ഈ 100 സാധാരണ പേരെന്താ പറയാറുള്ളത്? ലൈഫായ ഹദീസായാലും എന്താ കുഴപ്പം?
അതല്ലെങ്കിൽ പുണ്യമല്ലേ, നമസ്കാരമല്ലേ, എന്നിട്ടും നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ ഈ കിതാബിലൊക്കെ അത് ഉണ്ടായിട്ടും എന്താണ് സുന്നികൾ ഇത് നിർവഹിക്കാത്തത്, അല്ലെങ്കിൽ സംസ്ഥക്കാർ നിർവഹിക്കാത്തത്? നിങ്ങൾ സാധാരണ പറയാറുണ്ടല്ലോ അത് വഹാബികൾക്ക് മടിയായിട്ടാണ്, അല്ലെങ്കിൽ സലഫികൾക്ക് മടിയായിട്ടാണ് നിസ്കരിക്കാത്തത്, നോമ്പോൽക്കാത്തത്. നിങ്ങളെന്താ ഈ 100 റക്അത്ത് നമസ്കരിക്കാത്തത്? കിതാബിലൊക്കെ അതുണ്ടല്ലോ. ദുർബലമായ ഹദീസിലാണെങ്കിലും നിർവഹിക്കാമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? പിന്നെ നമസ്കാരമല്ലേ, നോമ്പല്ലേ, കൂലി കിട്ടുന്ന കാര്യമല്ലേ, അള്ളാഹു മനസ്സിലേക്കല്ലേ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ഈ 100 റക്അത്ത് എന്താ നിങ്ങൾ നിർവഹിക്കാത്തത്? മടി കൊണ്ടാണോ, അലസത കൊണ്ടാണോ, 1000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനുള്ള അലസത കൊണ്ടാണോ? അപ്പോൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല, മറിച്ച് ഉലമാക്കളത് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് നടക്കുന്നുണ്ട്. ആ വിഷയത്തിൽ യാതൊരു തെളിവും വന്നിട്ടില്ല എന്നുള്ള പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ കേരളത്തിലെ സുന്നികൾ ഇത് നിർവഹിക്കുന്നു എന്നുള്ള നിലക്കൊരു പ്രയോഗം എൻ്റെ സംസാരത്തിലേ ഇല്ല. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അള്ളാഹു സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, അള്ളാഹു മനസ്സിലേക്കല്ലേ നോക്കുന്നത്, അതിനാൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ. ഈ വാദത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഈ ചോദ്യത്തിലൂടെ സമാനമായ ചോദ്യങ്ങൾ ധാരാളം കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുകയുണ്ടായി. എല്ലാവരും ചോദിക്കുന്നത് അള്ളാഹു മനസ്സിലേക്കല്ലേ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ 100 റക്അത്തിന് അഥവാ വല്ലവരും നമസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ റക്അത്ത്, അതല്ലെങ്കിൽ ഷാബാൻ 15-ന് അത് ബറാഅത്തിൻ്റെ നോമ്പ് എന്നുള്ള പ്രത്യേക നോമ്പ് എന്ന് പരിഗണിച്ച് നോമ്പ് നോൽക്കുന്നത്, അപ്പോൾ അത് നോമ്പ് നോൽക്കല്ലേ, നമസ്കരിക്കല്ലേ, അതൊക്കെ ആത്മാർത്ഥമായി കൂലി കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ലേ? അപ്പോൾ അള്ളാഹു ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്ന ആളുകളെ തടയുന്നത് എന്നാണ് ചോദ്യം. മുസ്ലിം ഉമ്മത്തിന് വളരെ വലിയ അബദ്ധം പറ്റിയിട്ടുള്ളൊരു വിഷയമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലേക്ക് മാത്രമല്ല നോക്കുന്നത്, മറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലാകിൻ അല്ലാഹ യൻളുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കും നോക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നോക്കും. അപ്പോൾ ഹൃദയത്തിലേക്ക് മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ഷിർക്കിൽ നിന്ന് മുക്തമായിരിക്കുകയും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്. ആരെങ്കിലും ഒരു കാര്യം ചെയ്തു, ആ വിഷയത്തിൽ നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അപ്പോൾ അയാൾ പ്രവർത്തിച്ചത് ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാൻ പഠിപ്പിക്കാത്തതാണെങ്കിൽ അത് തള്ളപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിലുള്ളത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിലില്ലാത്ത പുതിയതാരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടും. അയാളുടെ ആത്മാർത്ഥത പരിഗണിച്ചു സ്വീകരിക്കുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഇത് ചോദിക്കുന്ന ആളുകളോട് അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരാൾ മസ്ജിദുൻ നബവിയിൽ പോയി വളരെ ആത്മാർത്ഥമായി ഉംറ ചെയ്താൽ ആ ഉംറ അല്ലാഹു സ്വീകരിക്കും? ഇല്ല. ഉംറ മസ്ജിദുൽ ഹറമിൽ തന്നെ ചെയ്യണം. ഒരാൾ വളരെ ആത്മാർത്ഥമായി ഹജ്ജ് റമളാനിൽ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും? ഇല്ല. എന്തുകൊണ്ട്? കാരണം റമളാനിലല്ല ഹജ്ജ് നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ വളരെ ഇഖ്ലാസോടു കൂടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതേപോലെ തന്നെ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ഏതായാലും പ്രയാസപ്പെട്ട് രാവിലെ എഴുന്നേറ്റു, അതുകൊണ്ട് സുബൈ നമസ്കാരം ഞാനൊരു 10 റക്അത്ത് നമസ്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ഒരാൾ വിചാരിച്ചിട്ട് ബാക്കിയുള്ള 8 റക്അത്തിലും വളരെ ആത്മാർത്ഥമായി ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി എന്ന് വിചാരിക്കുക, ആ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ? സ്വീകരിക്കപ്പെടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും വളരെ ആത്മാർത്ഥമായി കൊടുത്താൽ അള്ളാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. അപ്പോൾ നാം ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇത് പഠിക്കുന്നിടത്തും പഠിപ്പിക്കുന്നിടത്തിലും പല പിഴച്ച കക്ഷികളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത്, അള്ളാഹു മനസ്സിലേക്കല്ലേ നോക്കുന്നത്, നമസ്കാരമല്ലേ, നോമ്പല്ലേ, അതിനെന്താ കുഴപ്പം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ പാടുള്ളൂ. റസൂല് പ്രത്യേകത കൽപ്പിക്കാത്തതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിക്കാത്തതോ ആയ നമസ്കാരങ്ങളോ നോമ്പുകളോ ഒന്നും പാടില്ല. ദിവസങ്ങൾക്കോ സമയങ്ങൾക്കോ മാസങ്ങൾക്കോ നമ്മുടെ വക പുണ്യം കൽപ്പിക്കാൻ പാടില്ല. അന്ന് പ്രത്യേക ഇബാദത്തുകൾ ഉണ്ട് എന്ന് പറയാൻ പാടില്ല. ഒരു ദിക്ർ പോലും അധികം ചൊല്ലാൻ വേണ്ടി നമ്മുടെ വകയായി പറയാൻ പാടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി സുന്നികളായ ആളുകളോട് തന്നെ ചോദിക്കട്ടെ, മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞല്ലോ 100 റക്അത്ത് നമസ്കാരം ബിദ്അത്താനി മുൻകറത്താനി ഖബീഹത്താൻ എന്നാണ് പറഞ്ഞത്. അത് ബിദ്അത്താണ്, വെറുക്കപ്പെട്ട വളരെ മോശമായ ബിദ്അത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണ്? 100 റക്അത്ത് നമസ്കാരമല്ലേ?
ഫാത്തിഹ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ഇതൊക്കെ 10 തവണ വീതം ഓതണം. ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? പിന്നെ എങ്ങനെയാണിത് ബിദഅത്താകുന്നത്? നിങ്ങൾ പറയൂ. നിങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ്, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതനാണ്. അദ്ദേഹം എങ്ങനെയാണ് നമസ്കാരം ബിദഅത്താണ്, വെറുക്കപ്പെട്ടതാണ് എന്ന് പറയുക? നമസ്കാരം നല്ല കാര്യമല്ലേ? ആത്മാർത്ഥമായി ചെയ്താൽ എന്താ അതിന് കൂലി കിട്ടൂലേ? ഷാബാൻ 15 പ്രത്യേകതയില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അപ്പോൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ദിവസത്തിന് പോരിശയുണ്ടെങ്കിൽ ആ പോരിശ റസൂല് പറഞ്ഞിടത്ത് അവസാനിക്കുമെന്നല്ലാതെ നമ്മുടെ വക അന്ന് പ്രത്യേകം ചില നമസ്കാരങ്ങളോ നമ്മുടെ വകയായിട്ടുള്ള നോമ്പുകളോ പാടില്ല. അത് ബിദഅത്താകുന്നത് എന്തുകൊണ്ടാണ്? ഇമാം നവവി അത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണ്. അപ്പോൾ ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് വളരെ കൃത്യമായി അറിയപ്പെട്ട കാര്യമാണ്. കെട്ടിച്ചമയ്ക്കപ്പെട്ട ഹദീസുകൾ കൊണ്ട് നമ്മൾ അമല് ചെയ്യാൻ പാടില്ല. അതാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ധാരാളം സംശയങ്ങൾക്ക് മറുപടിയായിത്തീരുന്നതാണ്. ഈ കാര്യം മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കുക. അതാണ് വളരെ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്, പറയാനുള്ളത്. അടുത്തതായി ഒരാൾ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഉസ്താദിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു, ഇപ്പോൾ ഉസ്താദ് കളവ് പറഞ്ഞിരിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. കാരണം 100 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, അത് സുന്നികൾ നിർവഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് സുന്നികളെ വിമർശിക്കുകയാണ്, അതല്ലെങ്കിൽ സമസ്തയെ വിമർശിക്കുകയാണ് എന്ന ഒരു ധാരണയിൽ നിന്നാണ് ഈ സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ആമുഖമായി പറയട്ടെ, ആളുകൾ നല്ല അഭിപ്രായം പറയുക അല്ലെങ്കിൽ മോശം അഭിപ്രായം പറയുക, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ദഅവത്താണ് ഉദ്ദേശം. പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദീന് കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ളതാകും, അപ്പോൾ അവർ നല്ല അഭിപ്രായം പറയും. എന്നാൽ അവർ അംഗീകരിക്കാത്തൊരു കാര്യം പറയുമ്പോൾ അവർക്കെതിരെ അഭിപ്രായം ഉണ്ടാകും. അതൊന്നും നമ്മുടെ വിഷയമല്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് അള്ളാഹുവിൻ്റെ ദീന് സത്യസന്ധമായി വളരെ കൃത്യമായി പഠിപ്പിക്കുക എന്നത് മാത്രമാണ് നാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞാൻ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ ക്ലിയറായല്ലോ. കേരളത്തിലെ സമസ്ത അതല്ലെങ്കിൽ സുന്നികൾ ഇങ്ങനെ ഒരു 100 റക്അത്ത് നിർവഹിക്കുന്നു എന്ന പ്രയോഗം ഞാൻ പ്രയോഗിച്ചിട്ടില്ല. മറിച്ച് ആലിമീങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞ അതേ വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്, അതിനവർ അവലംബിക്കുന്ന ഹദീസുകളുണ്ട്. അത് ദുർബലമാണ്, ബാത്തിലാണ്, കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്, അതുകൊണ്ടത് ബിദഅത്താണ്, അങ്ങനെ നമസ്കരിക്കരുത്, പല കിതാബിലും അതുണ്ട് എന്ന് പറയുന്നത് വലിയ വലിയ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് സഹോദരൻ്റെ തെറ്റിദ്ധാരണ മാറ്റണമെന്നാണ് വിനീതമായി ആവശ്യപ്പെടാനുള്ളത്. ഇനി മറ്റു ചില വിമർശനങ്ങൾ നമുക്ക് നോക്കാം. സുന്നത്തുകൾ കുറക്കുന്നവരാണ് വഹാബികൾ. അതുപോലെ തന്നെ വഹാബികളിൽ നിന്ന് മതം പഠിച്ചാൽ എല്ലാം നഷ്ടപ്പെടും. മറ്റൊന്ന്, നിസ്കാരവും നോമ്പുമല്ലേ വഹാബികൾ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം. ഇതൊക്കെ പല രൂപത്തിലുള്ള വിമർശനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വിമർശനങ്ങളോടൊക്കെ എന്താണ് നമുക്ക് പ്രതികരണം നൽകാനുള്ളത്? അതിലൊന്നാമതായി പറയാനുള്ളത്, വഹാബികൾ അങ്ങനെ ചെയ്യുന്നു, വഹാബികൾ ഇങ്ങനെ ചെയ്യുന്നു, അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ഈ ചാനലിൽ എൻ്റെ പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാനൊരു വഹാബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ എൻ്റെ സംസാരം തുടങ്ങാറുള്ളത്. ഞാൻ എൻ്റെ സംസാരത്തിൽ എവിടെയും ഞാനൊരു വഹാബിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഒന്നാന്തരം സുന്നിയാണ്, അല്ലെങ്കിൽ അങ്ങനെ സുന്നിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് വഹാബികൾ അങ്ങനെ പറയുന്നു, വഹാബികൾ ഇങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയുള്ള ചില നമ്പറുകൾ മാത്രമാണ്. കാരണം വഹാബികൾ അങ്ങനെ പറഞ്ഞു, വഹാബികൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് സമാധാനമായി. അപ്പോൾ പിന്നെ അത് വഹാബികളുടെ പ്രശ്നമാണ്. ഞാനിവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. വഹാബികളുടെ വിഷയം നമ്മുടെ വിഷയമല്ല. വഹാബികൾ എന്തു പറഞ്ഞു എന്നത് നമ്മുടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ഖുർആനും ഹദീസും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജുമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സംസാരം. അപ്പോൾ ഇവിടെ 100 റക്അത്ത് നമസ്കാരം ബിദഅത്താണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ. അദ്ദേഹം നന്മയെ മുടക്കിയോ? നിങ്ങളുടെ വാദപ്രകാരം ധാരാളക്കണക്കിന് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പല ആളുകളും ചെയ്ത പ്രവർത്തനങ്ങളെ ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ബിദഅത്താണ്, മുൻകറത്താണ് എന്ന് പറഞ്ഞത് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ നമുക്ക് ഡസൻ കണക്കിന് കാണിക്കാൻ സാധിക്കും. അവരൊക്കെ ആ നന്മയെ ഇല്ലാതാക്കുന്നവരാണോ? സുന്നത്തിനെ ഒഴിവാക്കുന്നവരാണോ? അപ്പോൾ ബിദഅത്തുകളെ വിമർശിക്കുമ്പോൾ സുന്നത്തിനെ ഒഴിവാക്കുന്നു എന്ന് നിലവിളിക്കുന്നത് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ളൊരു തന്ത്രമാണ്. അല്ലെങ്കിൽ അവർ ആ വിഷയം പഠിക്കാത്തത് കൊണ്ടാണ്. നാം എതിർക്കുന്നത് ബിദഅത്തിനെയാണ് എന്ന് മാത്രമല്ല, സലഫികൾ ഷഅബാൻ മാസത്തിൻ്റെ ആ മാസത്തിൽ നോമ്പെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് പോലെ മറ്റാരെങ്കിലും വിശദീകരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ടോ?
ഇവിടെ ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോമ്പിൻ്റെ വിഷയമല്ല, അത് ബിദ്അത്താണെന്ന് പറയുമ്പോഴും ശഅബാൻ മാസത്തിൽ ഏകദേശം മുഴുവനല്ലെങ്കിലും ഏകദേശം മുഴുവനായി കുറഞ്ഞ നോമ്പുകൾ ഒഴിവെ നോൽക്കണം, അതാണ് നബിയുടെ ചര്യ എന്നാണ് സലഫികൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സുന്നത്തിനെ കുറയ്ക്കുകയല്ല, കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരു നോമ്പിൽ ഒതുക്കുകയല്ല, മറിച്ച് തിങ്കൾ വ്യാഴം നോമ്പുകൾ, അയ്യാമുൽ ബീളിൻ്റെ നോമ്പിൽ 15, ശഅബാൻ 15 ആണെങ്കിൽ ഏത് മാസവും 15 വരുന്നുണ്ട്, ആ നോമ്പ് നോൽക്കണം. അതിൻ്റെ തൊട്ട് മുമ്പ് 14 വരണം 13 വരണം എന്നാണ് പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ അമലുകൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന മാസമായതുകൊണ്ട് ധാരാളം നോമ്പ് നോറ്റിരുന്നു. അതുകൊണ്ട് ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കണം. പിന്നെ 30 നോൽക്കാൻ പാടില്ലാത്തത് റമളാനിനോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അല്പം നോമ്പുകൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ധാരാളം നോമ്പ് നോൽക്കണം എന്ന് പറയുന്നവരെങ്ങനെയാണ് സുന്നത്തിനെ കുറയ്ക്കുന്നവരാകുന്നത്? അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിദ്അത്തുകളാണ് പാടില്ല എന്ന് പറയുന്നത്. സുന്നത്തുകൾ എമ്പാടുമുണ്ടല്ലോ, അത് ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച എത്രയെത്ര സുന്നത്ത് നോമ്പുകളുണ്ട്. പ്രത്യേക വജിഹ് പറയാതെ ഒരാൾക്ക് ഓരോ ദിവസവും ഇടവിട്ട് നോമ്പ് നോറ്റൂടെ? അതൊക്കെ ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. നോമ്പിനോടല്ല എതിർപ്പ്. രാത്രി നമസ്കാരം സുദീർഘമായി എത്ര റക്അത്ത് നമസ്കരിച്ചുകൂടെ? അതേപോലെ തന്നെ മുത്തലക്കായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചൂടെ? അതൊക്കെ നിർവഹിക്കണം, അതൊക്കെ നല്ലതാണ് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും പ്രത്യേക സമയത്തിനോ സന്ദർഭത്തിനോ ദിവസത്തിനോ രാത്രിക്കോ നമ്മുടേതായ പ്രാധാന്യം നൽകുകയും അന്ന് ഇത്ര റക്അത്തുകൾ നമസ്കരിക്കണം, അതിനിന്ന പോരിശയുണ്ട് എന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യം പറയാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് അവരുടെ കൂടെ കൂടിയാൽ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെടും, അവരുടെ കൂടെ കൂടിയാൽ മതം നഷ്ടപ്പെടും, അവർ സുന്നത്തുകൾ ഒഴിവാക്കുന്നവരാണ്. അതല്ലെങ്കിൽ വഹാബികൾ, അതല്ലെങ്കിൽ സലഫികൾ, അതേപോലുള്ള ആളുകളൊക്കെ അവർ മടിയന്മാരാണ്, അവർക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് പാടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ദുർബലമായ, നിലനിൽപ്പില്ലാത്ത കുമിളകൾ പോലെയുള്ള കുറച്ച് വാചോടാപങ്ങൾ മാത്രമാണ്, കുറേ വാക്കുകൾ മാത്രമാണ്. അതിനൊന്നും യാതൊരു ബേസുമില്ല. മറിച്ച് സലഫികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും ജനങ്ങളത് പിന്തുടരണമെന്നാവശ്യപ്പെടുന്നവരുമാണ്. എന്നാൽ ബിദ്അത്തുകൾ സ്വീകരിക്കപ്പെടൂല. വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് പരലോകത്ത് ഉപകാരമില്ലാതെ അതൊക്കെ തള്ളപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവണമോ? എന്ന് മാത്രമല്ല, ബിദ്അത്തുകൾ ഏറ്റവും മോശമായ കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അതൊക്കെ തള്ളപ്പെടും, സ്വീകരിക്കപ്പെടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എല്ലാറ്റിനും മറുപടിയായി ഷറഹുൽ മുഹദ്ദബിലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുകളുണ്ട്. അദ്ദേഹം പറയുന്നു, ആ 100 റക്അത്ത് നമസ്കാരം ബിദ്അത്താണ്, മുൻകറത്താണ്, വെറുക്കപ്പെട്ടതാണ്, ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നമസ്കാരം ഒഴിവാക്കണം എന്നാണോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? പറയൂ പ്രിയപ്പെട്ടവരെ, ബിദ്അത്ത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമസ്കാരത്തോടല്ല എതിർപ്പ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോട് എതിര് നിൽക്കുന്നതിനോടാണ്, ബിദ്അത്തുകൾ കൊണ്ടുവരുന്നതിനോടാണ് നമ്മുടെ വിയോജിപ്പ്. അതുകൊണ്ട് തന്നെ വഹാബികൾ അങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല. വിഷയത്തെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ പ്രമാണങ്ങളുണ്ടോ? അവതരിപ്പിക്കൂ, പറഞ്ഞു തരൂ, ജനങ്ങളെ പഠിപ്പിക്കൂ, എല്ലാവരും അമലാക്കട്ടെ. ഇല്ല എങ്കിൽ അത്തരം ബിദ്അത്തുകൾ പ്രചരിപ്പിക്കരുത്. ഇതേപോലെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനും ശ്രമിക്കരുത് എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. അടുത്തതായി മറ്റൊരു ചോദ്യമാണ്, യാസീൻ ഓതിയാൽ കൂലി കിട്ടില്ലേ, നല്ലതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഈ ഒരു വാദത്തോട് എന്താണ് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. യാസീൻ ഓതിയാൽ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫ് ഓതിയാലും 10 കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലിഫ് ലാം മീം എന്ന് ഓതിയാൽ തന്നെ 30 കൂലി കിട്ടും. അതുകൊണ്ട് കൂലി കിട്ടുന്ന ആ ഖുർആനിൻ്റെ ഖിറാഅത്തിനെ ആരും എതിർക്കുന്നില്ല. എന്നാൽ യാസീൻ മാത്രം ശഅബാൻ 15 രാത്രിയിൽ 3 തവണ ഓതുക. ഒരാൾ പറഞ്ഞത്, ഞാൻ ആകപ്പാടെ യാസീൻ ഓതുന്നത് ശഅബാൻ 15 നിങ്ങൾ അതും മുടക്കുകയാണോ എന്നാണ്. നോക്കൂ, നിങ്ങൾ ആ ശഅബാൻ 15 വെക്കുകയാണ് ഖുർആനിൻ്റെ ഖിറാഅത്ത്. വേറെ എത്ര സൂറത്തുകളുണ്ട്? അപ്പോൾ യാസീൻ മാത്രം തിരഞ്ഞെടുക്കുക, 1. 2, അതിനെണ്ണം നിശ്ചയിക്കുക, 3 യാസീൻ. അങ്ങനെ ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കുന്നു, സൂറത്തു യാസീൻ തിരഞ്ഞെടുക്കുന്നു, അതിന് എണ്ണം തിരഞ്ഞെടുക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. മതമുണ്ടാക്കാനുള്ള അവകാശം മനുഷ്യർക്ക് അല്ലാഹു വകവെച്ച് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓരോ ആളുകൾക്കും പലതും പറഞ്ഞൂടെ? വേറൊരാൾ വന്നിട്ട് പറയാണ് സൂറത്തുൽ ബഖറ 100 തവണ ശഅബാൻ 15 രാവിൽ ഓതണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ ആളുകളും അവരവർക്ക് വന്ന് അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഈ ദീന് പൊളിഞ്ഞു പോകൂലേ? അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ അതേ മറുപടിയാണ്, 100 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത് ബാത്തിലാണ്, അതിന് ബേസിൽ അടിസ്ഥാനമില്ല. ശരി, എങ്കിൽ അതേ ബേസിൽ നിന്നുകൊണ്ടാണ് യാസീൻ
പ്രത്യേകമായി ഓതുക, അത് ഇത്ര എണ്ണം ഓതുക എന്നതിൻ്റെ ബേസ് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പുണ്യമാണോ അത്? എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതിൻ്റെ തെളിവ് എവിടെ? സ്വഹാബികൾ ചെയ്തതിൻ്റെ തെളിവ് എവിടെ? കുറ്റമറ്റ തെളിവുകളായിരിക്കണം. അപ്പോൾ നബിയും സ്വഹാബികളും ചെയ്യാത്ത, അവർക്ക് പരിചയമില്ലാത്ത, അവർക്ക് പോരിശയുണ്ടെന്ന് തോന്നാത്ത കാര്യങ്ങളെ നമ്മളെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാലും മതം, നാട്ടുകാർ പറഞ്ഞാലും മതം. ഇങ്ങനെയാണോ അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിക്കേണ്ടത്? ഇങ്ങനെയാണോ അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിക്കേണ്ടത്? നിങ്ങൾ പറയും സലഫികൾ അതല്ലെങ്കിൽ വഹാബികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സാധാരണ പറയാറുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആദരവില്ല, ബഹുമാനമില്ല. സത്യത്തിൽ നിങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സാധാരണക്കാരനാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചില സ്ഥാനമില്ലേ? അതിൽപ്പെട്ടതാണ് ദീന് പഠിപ്പിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. ഇത് റസൂൽ പറയുന്നതും ദീന്, നാട്ടുനടപ്പും ദീന്, ആരോ എവിടെയോ എഴുതി വെച്ചതും ദീന്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് എന്ത് പ്രസക്തി? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സാധാരണക്കാരനാക്കുകയാണ്. എന്നാൽ സലഫികൾ ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ റസൂല് പറഞ്ഞതാണ് ദീന്. അതല്ലാതെ എല്ലാവരും പറയുന്നത് ദീനാണെങ്കിൽ അതിന് പ്രസക്തിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനാണ് വഹി ലഭിക്കുന്നത്. ദീന് പഠിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ 15 അതല്ലെങ്കിൽ മറ്റു രാത്രികളിലോ സൂറത്തു യാസീൻ പ്രത്യേകം പാരായണം ചെയ്യാൻ, അതിന് പ്രത്യേകം എണ്ണം നിശ്ചയിക്കുവാൻ, അതിലേക്ക് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, സ്വഹാബികൾ ചെയ്തപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വഹാബികൾ ആ നിലക്ക് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരം ഏർപ്പാടുകൾ ബിദ്അത്താണ്. അത് ഖുർആൻ ഓതുന്നതിനല്ല എതിര്. നിങ്ങൾ സൂറത്തു യാസീനിൽ മാത്രം ഒതുക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറിച്ച് ഖുർആൻ മുഴുവൻ ഖത്മ് തീർക്കുക ധാരാളം. ഓരോ ഹർഫിനും 10 കൂലിയുണ്ട്, ധാരാളം ഓതുക. അത് ഷഅബാൻ 15 ഒതുക്കരുത്. എല്ലാ ദിവസവും രാവും പകലും സമയം കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ഓതണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളാണ് ഇതൊക്കെ പരിമിതമായ ദിവസങ്ങളിലേക്ക് ഒതുക്കിയിട്ട് സുന്നത്തിനെയും പുണ്യങ്ങളെയും ഒക്കെ ചില പ്രത്യേക ദിവസങ്ങളിലേക്ക് മാത്രം ഒതുക്കുക. എന്നാൽ അതിനൊക്കെ വിശാലമായി കാണണം, എന്നും ചെയ്യണം എന്ന് പറയുന്നവരെ സുന്നത്ത് നഷ്ടപ്പെടുത്തുന്നവരാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുക. ഇതെന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു അനീതിയാണ്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക. യാസീൻ പുണ്യമുള്ളതാണ്, മറ്റെല്ലാ സൂറത്തുകൾക്കും ഉള്ളതുപോലുള്ള പുണ്യം അതിനുണ്ട്. അതിനപ്പുറത്ത് പ്രത്യേകത കൽപ്പിക്കാനും പ്രത്യേകമായ എണ്ണം നിശ്ചയിക്കുവാനും നമുക്ക് അവകാശമില്ല. അതാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത്. നന്മയെ മുടക്കിയതല്ല എന്ന് മനസ്സിലാക്കുക. ഈ മറ്റൊരു നിഷ്കളങ്കമായ ചോദ്യമാണ്, സാധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സാധാരണക്കാർ ധാരാളം ആളുകളുടെ സംസാരങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം ചോദിക്കുന്ന ആൾ ചോദിക്കുന്നത്, ആര് പറയുന്നതാണ് സാധാരണക്കാർ സ്വീകരിക്കേണ്ടത്? ഇപ്പം ഇതാണ് ചോദ്യം. എന്താണ് ഇതിനോട് മറുപടി വരാനുള്ളത്? മാഷാ അല്ലാ. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഇത്തരം കാര്യങ്ങളൊക്കെ പാടില്ല എന്ന് പറയുന്നു, വേറൊരു വിഭാഗം പുണ്യമാണെന്ന് പറയുന്നു. അപ്പോൾ സാധാരണക്കാരെന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം സാധാരണക്കാർ പഠിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണക്കാർക്ക് ഒരു സ്വർഗവും അല്ലാത്തവർക്ക് മറ്റൊരു സ്വർഗവും നിശ്ചയിച്ചിട്ടില്ല. സാധാരണക്കാർക്കൊരു നരകവും അല്ലാത്തവർക്ക് മറ്റൊരു നരകവും നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ മനുഷ്യരുടെയും മേൽ ബാധ്യതയാണ് അറിവ് നേടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാ മുസ്ലിമിനും അറിവ് നേടൽ ഫർളാണ്. സാധാരണക്കാരായ ആളുകൾ അവർ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്നില്ലേ? എന്തെല്ലാം കഷ്ടപ്പാടുകൾ! രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവർ, രാത്രിയിലും അധ്വാനിക്കുന്നവർ, ഉറക്കം നഷ്ടപ്പെടുത്തുന്നു, സുദീർഘമായി യാത്ര ചെയ്യുന്നു, ഒരുപാട് പണം മുടക്കുന്നു. ദുനിയാവിന് വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങളുണ്ട്! എന്നാൽ ദീനിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അധ്വാനിക്കാത്തത്? പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കിതാബ് തിരിയണമെന്നില്ല. മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ആരാണ് പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നത്, ആ പ്രമാണങ്ങളെ മറുവശം ഖണ്ഡിക്കുമ്പോൾ സാധാരണ നിലക്ക് സത്യസന്ധതയുള്ള, ഹൃദയത്തിൽ തഖ്വയുള്ള, ഇഖ്ലാസുള്ള ആളുകൾക്ക് ആര് പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെടും. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ല അസ്മഅഹും. സൂറത്തുൽ അൻഫാലിലെ ആയത്താണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അവർക്ക് സത്യം കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. അതേപോലെ തന്നെ സൂറത്തുൽ അൻഫാലിൽ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകും. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ പഠിക്കാൻ ഇറങ്ങിയാൽ ആര് പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെടും. അവിടെ സാധാരണക്കാരൻ പണ്ഡിതൻ എന്നില്ല. ഒരാൾ പറയുമ്പോൾ അയാൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്, അതല്ല ഏതെങ്കിലും കിതാബിൽ നിന്ന് ആരോ ഇങ്ങനെ പറഞ്ഞു. പലരും ബറാത്തുരാവുമായി ബന്ധപ്പെട്ട തെളിവ് തന്നെ നിങ്ങൾ നോക്കൂ. ഇന്ന കിതാബിൽ ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നല്ലാതെ ഇന്ന ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ കുറ്റമറ്റ സനദോടുകൂടി ഇതാ ഒരു ഹദീസ്,
ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാമെന്ന് മുഹദ്ദിസുകൾ കൃത്യമായി കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രേഖ വന്നാൽ പോരെ. ആ രേഖയില്ലാതെ പലരും ഇതേപോലെ ന്യായങ്ങളാണ് ചോദിക്കുന്നത്. ഖുർആനല്ലേ, നോമ്പല്ലേ, നിസ്കാരല്ലേ, എന്താ പ്രശ്നം, ആത്മാർത്ഥമായിട്ടല്ലേ? ഇതൊക്കെയാണോ തെളിവ്? അതല്ല തെളിവ്. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തു എന്നതിന് കൃത്യമായ തെളിവ് വരട്ടെ. ഇവിടെ ഹദീസുകൾ സ്വഹീഹാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണക്കാരാണെങ്കിലും അല്പമൊക്കെ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ചേ മതിയാകൂ. സത്യവും അസത്യവും വേർതിരിച്ച് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അധ്വാനിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ പരലോകത്ത് അവർ കുറ്റക്കാരായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഈ ന്യായം പറയുന്ന ഒരുപാട് ആളുകളുടെ വാക്കുകൾ സൂറത്തുൽ ഇബ്രാഹീമിലും അതേപോലെ തന്നെ സൂറത്തു സബയിലും വിശദീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്? അള്ളാഹുവേ, ഞങ്ങൾ ദുർബലരായിരുന്നു, ഞങ്ങൾ നേതാക്കളെ അനുസരിച്ചു എന്നവർ പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന മറുപടി എന്താണ്? നിങ്ങളെല്ലാവരും നരകത്തിലേക്ക് പോവുക എന്നാണ്. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും അന്ധമായി അനുകരിച്ചാൽ അത് പരലോകത്തതൊരു ഉഴുതറല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നമുക്ക് സാധിക്കുന്നത്ര അധ്വാനിച്ചിട്ട് ഇന്നതാണ് സത്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് അള്ളാഹു നമ്മോട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, മാക്സിമം അന്വേഷണങ്ങൾ നടത്തുക. എന്നിട്ടും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ട് നമ്മളൊരു അഭിപ്രായത്തിലേക്ക് എത്തിയെന്ന് കരുതുക. നിങ്ങൾ കുതിറുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. എന്നാൽ ഒന്നും പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അതേപോലെ തന്നെ ബുദ്ധി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരല്പം ബുദ്ധി ഉപയോഗിച്ചാൽ തന്നെ ആരാണ് പറയുന്നത് ഹക്കെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ആത്മാർത്ഥമായി പക്ഷപാതിത്വമില്ലാതെ വിവേചന ചിന്തയില്ലാതെ സത്യം മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങളൊരു സംസാരം കേട്ടാൽ തീർച്ചയായും അതിൽ ഹക്ക് പറയുന്ന ആളുകളെ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ആ നിലക്കുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് വളരെ ഗൗരവമേറിയ ഒരു നസീഹത്തായിട്ട് നിങ്ങൾ കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്തൊരു ചോദ്യം, ഷാബാൻ രാവിന് യാതൊരു പ്രത്യേകതയുമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ധാരാളം സലഫി പണ്ഡിതന്മാർ ആ രാവിന് പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഹദീസുകൾ ഉദ്ധരിക്കുന്നതും കാണുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. സലഫി പണ്ഡിതന്മാർ ഷാബാൻ 15 പോരിശയുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ചില ഹദീസുകളും വന്നിട്ടുണ്ട്. ആ ഹദീസിൽ പലതും ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതിൽ ചില ഹദീസുകൾ ഹസനാണ് അല്ലെങ്കിൽ സ്വഹീഹാണെന്ന് പറഞ്ഞ ഇമാം അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാരുമുണ്ട്. ഇത് നാം അംഗീകരിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഈ പ്രഭാഷണത്തിൽ പോലും, ബറാഅത്തുരാവുമായി ബന്ധപ്പെട്ട പ്രഭാഷണത്തിൽ പോലും ആ ഹദീസ് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ ഖുതുബകളിലും മറ്റും ഞാൻ ആ ഹദീസുകൾ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വീകാര്യയോഗ്യമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ ഹദീസിൽ എന്തേ ഉള്ളൂ? ഷഅബാൻ 15 രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് എത്തി നോക്കും. എന്നിട്ട് മുശ്രിക്കും പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുമല്ലാത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഇതാണ് ആ ഹദീസിലുള്ളത്. ഇതിനെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ട്. അതിന് കുഴപ്പമില്ല. ആ രാത്രിക്ക് ആ നിലക്കുള്ള പ്രത്യേകതയുണ്ട്. പക്ഷേ ആ പ്രത്യേകതയുടെ പേരിൽ അന്ന് പ്രത്യേകം നമസ്കരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാലത്തോളം, ചെയ്യാത്ത കാലത്തോളം നമുക്ക് നിർവാഹമില്ല. അതേപോലെ തന്നെ ആ 15-ന്, ആ രാവ് കഴിഞ്ഞുള്ള 15-ന് നോമ്പ് നോൽക്കാൻ, ബറാഅത്ത് നോമ്പ് എന്നുള്ള നിലക്ക് പ്രത്യേകമായി, അല്ലെങ്കിൽ ഷഅബാൻ 15-ൻ്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് നോൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ആ രാവിൻ്റെ പോരിശയെ പാടെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ ആ രാവിന് പോരിശയുണ്ട്. അതേ സന്ദർഭത്തിൽ അന്ന് കാണിച്ചു കൂട്ടുന്ന ഇത്തരം അനാചാരങ്ങൾ, ആ രാവിൻ്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള നമസ്കാരങ്ങൾ, നോമ്പുകൾ, അതാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖ്തസ്സു ലൈലത്തൽ ജുമുഅ ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി വലാ തഖുസ്സു യൗമൽ ജുമുഅത്തി ബിസിയാമിൻ മിൻ ബൈനിൽ അയ്യാം ഇല്ലാ അൻ യകൂന ഫീ സൗമിൻ യസൂമുഹു അഹദുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വെള്ളിയാഴ്ച രാവിൽ മാത്രമായി നിങ്ങൾ എന്ത് ചെയ്യരുത്? രാത്രി നമസ്കരിക്കരുത്. എന്ന് പറഞ്ഞാൽ പതിവായി രാത്രി നമസ്കരിക്കാത്ത ഒരാൾ ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, വെള്ളിയാഴ്ച വലിയ മഹത്വമുള്ള ദിവസമാണല്ലോ, അപ്പോൾ വെള്ളിയാഴ്ച രാവല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചധികം നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച രാവിനെ പ്രത്യേകമാക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ വലാ തഖുസ്സു യൗമൽ ജുമുഅത്തി ബിസിയാമിൻ, വെള്ളിയാഴ്ച നിങ്ങൾ പ്രത്യേകത കൽപ്പിച്ച് നോമ്പ് നോൽക്കരുത്. എന്നാൽ പതിവായി നോമ്പ് നോൽക്കുന്ന ഒരാളാണ്, വ്യാഴാഴ്ച നോറ്റിട്ടുണ്ട്, അതേപോലെ തന്നെ അതുകൊണ്ട് അദ്ദേഹം വെള്ളിയാഴ്ച നോൽക്കുന്നു, അല്ലെങ്കിൽ ശനിയാഴ്ചയെ നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വെള്ളിയാഴ്ച നോമ്പ് നോൽക്കുന്നു, അല്ലെങ്കിൽ അയ്യാമുൽ ബീദിൻ്റെ ഏതെങ്കിലും ദിവസം വെള്ളിയാഴ്ചയുമായി ഒത്തുവന്നു,
അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ നോമ്പ് നോറ്റോളൂ. അതല്ലാതെ തീരെ നോമ്പ് നോൽക്കാത്ത ഒരാൾ വെള്ളിയാഴ്ചക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് വെള്ളിയാഴ്ചയല്ലേ ശ്രേഷ്ഠമായ ദിവസമല്ലേ, മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് എന്ന് കരുതി ആ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കാൻ പാടില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നമസ്കാരമല്ലേ കുഴപ്പമില്ല എന്നാണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിലപാട്? നോമ്പല്ലേ കുഴപ്പമില്ല എന്നാണോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാട്? അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് അങ്ങനെ പ്രത്യേകമാക്കരുത്, കാരണം ദീനിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞാൽ മതിയല്ലോ, വെള്ളിയാഴ്ച ദിവസമാണ് നോമ്പ് നോറ്റോളൂ, വെള്ളിയാഴ്ച രാവാണ് കുറച്ചധികം നമസ്കരിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിന് പോലും പറയാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ദീനിൽ പ്രത്യേക നോമ്പും നമസ്കാരവും ഒക്കെ ആ ദിവസത്തിന് പോരിശ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പ്രത്യേക നമസ്കാരം നോമ്പും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് തന്നെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഷഅബാൻ 15 നേരത്തെ പറഞ്ഞ പോരിശ അംഗീകരിച്ച പണ്ഡിതന്മാർ പോലും പക്ഷേ ആ ദിവസത്തിലെ പ്രത്യേകമായ നമസ്കാരം, പ്രത്യേകമായ യാസീനോത്ത്, പ്രത്യേകമായ ആ ദിവസത്തിലെ നോമ്പിനെ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ ഉപേക്ഷിച്ചത് അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. കാരണം സുന്നത്തിനെ പിൻപറ്റേണ്ടത് റസൂൽ ചെയ്തത് ചെയ്തുകൊണ്ട് മാത്രമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിച്ചുകൊണ്ടുമാണ് സുന്നത്തിനെ പിൻപറ്റേണ്ടത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വലാകിന്നാ നത്തബിഉ സുന്നത ഫിഅലൻ ഔ തർക്കാ എന്നാണ്. ഞങ്ങൾ സുന്നത്തിനെ ചെയ്തുകൊണ്ടും അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത് ചെയ്തും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്തത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ സുന്നത്തിനെ പിൻപറ്റുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാതെ ഉപേക്ഷിച്ച കാര്യങ്ങളെ ഒഴിവാക്കലാണ് പ്രിയപ്പെട്ടവരെ നബിചര്യ. അതാണ് സുന്നത്ത്, അതിനാണ് പ്രതിഫലം. ബിദഅത്തുകൾ ചെയ്യുന്നതിനല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യം പ്രകാരമാണ്, ഒരു നോമ്പിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഈ ഒരു ചോദ്യത്തോട് എന്താണ് മറുപടി പറയാനുള്ളത്? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അവസാനത്തെ ചോദ്യമാണെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, നോമ്പിനോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്നാണ് ചോദ്യം. സത്യത്തിൽ ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുവാൻ ഈ ആളുകൾ തയ്യാറാകുമോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താ ഉള്ളത്? നിങ്ങൾ വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കരുത്. ഇത് നോമ്പിനോടുള്ള അസഹിഷ്ണുതയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ മാത്രം നമസ്കരിക്കരുത്. അപ്പോൾ ഇത് നമസ്കാരത്തോടുള്ള അസഹിഷ്ണുതയാണോ? നമസ്കാരം കൂലി കിട്ടുന്ന കാര്യമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമസ്കരിക്കരുത് എന്നാണ്. നോമ്പ് കൂലി കിട്ടുന്ന കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോമ്പ് നോൽക്കരുത് എന്നാണ്. എങ്ങനെ പ്രത്യേകമാക്കി കൊണ്ട്, രാവിനോ പകലിനോ പ്രത്യേകത നൽകിക്കൊണ്ട്, വെള്ളിയാഴ്ചക്ക് പ്രത്യേകത നൽകിക്കൊണ്ട്? അപ്പോൾ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയില്ലേ? ഉണ്ട്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. എന്തൊക്കെ പോരിശകൾ വെള്ളിയാഴ്ചക്കുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അന്ന് പ്രത്യേകം നോമ്പ് നോൽക്കരുത്, അന്നത്തെ രാവിലെ പ്രത്യേകം നമസ്കരിക്കരുത്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ശർആയി നിശ്ചയിക്കാത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പറയാൻ അവകാശമില്ലാത്തത് കൊണ്ടാണ്, അനുവാദമില്ലാത്തത് കൊണ്ടാണ്. കാരണം ദീനിലൊരു കാര്യം ഇന്നതിന് പോരിശയുണ്ട്, പോരിശ എന്ന് പറഞ്ഞാൽ പ്രത്യേകത, പ്രാധാന്യം, ഫضലുണ്ട്. അതല്ലെങ്കിൽ ഇന്ന നമസ്കാരത്തിന്, ഇന്ന നോമ്പിന്, അത് അള്ളാഹു പഠിപ്പിക്കണം. നമ്മുടെ ഈ ചോദ്യം അവസാനത്തെ ചോദ്യമായത് വളരെ നന്നായി. ഇതെല്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതത്തിൽ ഒരു കാര്യം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് 2 ഷർത്ത് വേണം. ഇത് ധാരാളം പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. 2 ഷർത്തുകൾ പ്രകാരമാണ് ഒരു അമൽ സ്വീകരിക്കപ്പെടുന്നത്. അതിലൊന്ന് ഇഖ്ലാസ് വേണം. ഒരാൾ ദീനിലുള്ള കാര്യം, ഉദാഹരണത്തിന് ളുഹർ നമസ്കാരം, അസ്ർ നമസ്കാരം, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. ദീനിലുള്ളതാണ്, പക്ഷേ ഇഖ്ലാസ് ഇല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. അതേപോലെ തന്നെയാണ് എത്ര ഇഖ്ലാസോടുകൂടി ചെയ്താലും ദീനിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യമാണെങ്കിൽ അതും സ്വീകരിക്കപ്പെടില്ല. അവിടെ നോമ്പല്ലേ, നിസ്കാരമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, 100 റക്അത്ത് നമസ്കാരം ബിദ്അത്താണ്, മുൻകറത്താണ്. അതേപോലെ തന്നെ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശായിനും ഇടക്ക് 12 റക്അത്ത് നമസ്കാരം. 12 റക്അത്ത് നമസ്കാരമല്ലേ, മഗ്രിബിനും ഇശായിനും ഇടക്കല്ലേ? എന്താണ് അതിൽ കുഴപ്പം? ഒരു 12 റക്അത്ത് നമസ്കരിച്ചാൽ കൂലി കിട്ടുകയല്ലേ ഉള്ളൂ. അപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മടിയനായിട്ടാണോ, അലസനായിട്ടാണോ, സുന്നത്തിനെ ഒഴിവാക്കുന്ന ആളാണോ? അല്ല പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദീനു പഠിക്കുമെന്ന് തോന്നുമ്പോൾ പല തൽപര കക്ഷികളും പ്രയോഗിക്കുന്ന തന്ത്രമാണ് ആ വ്യക്തി വഹാബിയാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് നിങ്ങളെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങളാണ്.
അതൊക്കെ മറ്റ് ചർച്ചകളാണ്. ആരാണ് വഹാബി, ആരാണ് സലഫി, അതൊക്കെ വേറെ വിഷയമാണ്. നിങ്ങൾ ഇവരോട് ചോദിക്കേണ്ടത് അതൊക്കെ ഉസ്താദെ അവിടെ നിൽക്കട്ടെ, ഈ നോമ്പിൻ്റെ തെളിവൊന്ന് പറഞ്ഞാളാം, ഈ നമസ്കാരത്തിൻ്റെ തെളിവ് നിങ്ങളൊന്ന് വിശദീകരിക്കുക. അങ്ങനെ ചോദിക്കൂ. നിങ്ങൾ അങ്ങനെ ചോദിക്കാത്തത് കൊണ്ടാണ്, മറിച്ച് നിങ്ങൾ സമാധാനപ്പെടുകയാണ്. അതൊക്കെ വഹാബികൾ പറയുന്നതാണെന്ന് പറയുമ്പോഴേക്ക് നിങ്ങളും സമാധാനിച്ചു. നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ ഉസ്താദ് എന്ത് പറഞ്ഞാലും അത് ദീനാണ്, അതിനെ എതിർത്താൽ അത് വഹാബിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിവായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ബുദ്ധി ഉപയോഗിക്കണ്ടേ? അതുകൊണ്ട് വഹാബികൾ അങ്ങനെയാണ്, സലഫികൾ ഇങ്ങനെയാണ്, സലഫിസം നാശമാണ്, വഹാബിസം നാശമാണ്, ഇങ്ങനെ കുറേ ഡയലോഗൊക്കെ അവർ പറയും. അതൊക്കെ അവിടെ നമുക്ക് വേറെ ചർച്ചക്കെടുക്കാം. ഉസ്താദെ, ഈ പറയുന്നതിന് തെളിവൊന്ന് തരണം എന്ന് നിങ്ങൾ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു തുടങ്ങിയാൽ കാര്യം ക്ലിയറാവും. അതുകൊണ്ട് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീനിൽ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലാത്ത ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യരുത്. അതൊക്കെ ബിദഅത്താണ്, അത് തള്ളപ്പെടും. ബറാഅത്തുരാവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള പശ്ചാത്തലം അതാണ്. പല അനാചാരങ്ങളും പല നാടുകളിലുമുണ്ട്, അതിന് തെളിവില്ല എന്ന് സമർത്ഥിക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് കൃത്യമായി ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. ജസാക്കുമുല്ലാഹു ഖൈറ. ഇവിടെ നമ്മൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനുള്ളത്. ശ്രോതാക്കളോട് വീണ്ടും ആവശ്യപ്പെടുവാനുള്ള കാര്യം, പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കുക. റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.